ഇടുക്കിയിൽ റെഡ് അലർട്ടാണ്. സ്വാഭാവികമായും ഇടുക്കിയിൽ എന്താണ് സ്ഥിതി എന്ന് നോക്കാം. ജോസിൽ നമ്മളോടൊപ്പം ചേരുകയാണ് ഇടുക്കിയിൽ നിന്ന് മഴയുടെ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട്. ജോസിൽ, എന്താണ് ഇടുക്കിയിൽ ഇന്ന് മഴയുണ്ടോ? റെഡ് അലർട്ട് ആണല്ലോ. ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം മൂടിയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. ഇന്നലെ രാത്രിയിലത്തെ അവസ്ഥ എന്തായിരുന്നു? മനു, ഇന്നലെ രാത്രിയിൽ അതിശക്തമായ മഴ പല മേഖലയിലും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടർ ചില മേഖലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ജില്ലയിൽ ഇപ്പോൾ 5 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് വേറെ ദുരന്തങ്ങൾ ഉണ്ടായതുകൊണ്ടല്ല, നേരത്തെ അടക്കം മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടായിരുന്ന മേഖലയിൽ നിന്ന് അത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവികുളം താലൂക്കിൽ 2 ദുരിതാശ്വാസ ക്യാമ്പും ഇടുക്കി താലൂക്കിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുമാണ് നിലവിൽ തുറന്നിരിക്കുന്നത്. ജില്ലാ ഭരണകൂടം എല്ലാ രീതിയിലുമുള്ള മുൻകരുതലുമായി നീങ്ങിയിരിക്കുകയാണ്. ചില മേഖലയിൽ രാത്രികാല യാത്രാ നിരോധനമടക്കം ഇടുക്കി ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ അടിമാലി വരെയുള്ള ഭാഗത്ത് നിരന്തരം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മരം വീഴുന്നൊരു സാഹചര്യമുണ്ട്. പല ഗതാഗതം തുടർച്ചയായി തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ രാത്രികാല യാത്രാ നിരോധനം ആ മേഖലയിലുണ്ട്. അതുപോലെ തന്നെ ഗ്യാപ്പ് റോഡിൽ നിരന്തരമായ മണ്ണ് ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമുള്ളതുകൊണ്ട് മൂന്നാർ ഗ്യാപ്പ് റോഡിലും രാത്രികാലങ്ങളിൽ യാത്ര ഒഴിവാക്കണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ ഒരു തമിഴ്നാട് സ്വദേശിയായ എലിസബത്ത് എന്ന് വിളിക്കുന്ന പാപ്പ എന്ന് പറയുന്ന സ്ത്രീ ഈ മരം വീണ് മരിക്കുന്ന ഒരു സാഹചര്യം വണ്ടൻമേട് മേഖലയിൽ ഉണ്ടായതിനെ തുടർന്ന് ഇടുക്കി ജില്ലയിൽ റെഡ് അലർട്ടും കൂടെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവിധ പുറം ജോലികളും നിരോധിച്ചിരിക്കുകയാണ് ജില്ലാ കളക്ടർ. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള തോട്ടങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതിയിലടക്കം ഈ ദിവസത്തെ വേതനമടക്കം കൊടുത്ത് ഈ പുറം ജോലികൾ നിരോധിച്ചുകൊണ്ട് തന്നെ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഇനി സംഭവങ്ങൾ ഉണ്ടായാൽ കേസുകൾ എടുക്കും എന്നുള്ള കാര്യവും ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും എല്ലാ മുൻകരുതലുമായി മുമ്പോട്ട് പോവുകയാണ്. നിലവിൽ ഇപ്പോഴും താരതമ്യേന ചെറിയ ഡാമുകളായ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളുള്ളതുപോലെ തന്നെ മലങ്കരയും പാബ്ലയും കല്ലാർകുട്ടി ഡാമുമാണ് ഇപ്പോൾ നിലവിൽ തുറന്നിരിക്കുന്നത്. മറ്റ് ഡാമുകളിലൊന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. മനു, ശരി. ഇടുക്കിയിലപ്പോൾ മഴയുണ്ട്, നിരോധനങ്ങളുണ്ട്, രാത്രിയാത്രാ നിരോധനങ്ങളൊക്കെ ഉണ്ട്. വളരെ സൂക്ഷിക്കുക. മഴ റെഡ് അലർട്ടാണ് ഇടുക്കിയിലുള്ളത്. അത് അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പാണ്.